ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഉസ്താദന്മാർ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടുകാർ, സർവ സഹോദര സഹോദരികൾ, പുണ്യവസന്തങ്ങളുടെ പൂക്കാലം, പുണ്യ റബീന്റെ വസന്തം പുഞ്ചിരിച്ചു നിൽക്കുമ്പോൾ വിശ്വാസി മാനസങ്ങളിൽ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അലകൾ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന ഈ സുന്ദര മുഹൂർത്തത്തിൽ ലോകമെമ്പാടും അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ മൈമൂൻ നഗറിലെ ഈ പ്രൗഢമായ വേദിയിൽ തിരുസ്നേഹത്തെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥനായ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഏതൊരു മനുഷ്യന് അല്ലാഹു തആലയിലേക്ക് എത്തണമെങ്കിൽ അവൻ പരിപൂർണമായും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരണം. അല്ലാത്ത പക്ഷം അവൻ അല്ലാഹു തആലയിലേക്ക് എത്തുന്നതല്ല. അല്ലാഹു തആലയിലേക്ക് എത്താൻ മറ്റൊരു മാർഗവുമില്ല. വിശ്വാസിയുടെ വാക്കിലും പ്രവൃത്തിയിലും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതൃകയാക്കൽ നിർബന്ധമാണ്. ആരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? നമ്മുടെ നേതാവ്, കാരുണ്യത്തിന്റെ ജേതാവ്, മദീനയുടെ രാജാവ്, കാരുണ്യത്തിന്റെ കടലായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന ശ്വാസത്തിൽ പോലും ഉമ്മത്തിനെ കുറിച്ച് സംസാരിച്ച, ഉമ്മത്തിനെ ഓർത്ത് കരഞ്ഞ, ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ച് കരഞ്ഞ കാരുണ്യത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്കെങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? നമുക്കെങ്ങനെ മാതൃകയാക്കാതിരിക്കാൻ പറ്റും? നമുക്കറിയുമോ, മഹ്ശറിലെ എല്ലാ പ്രയാസങ്ങൾ കഴിഞ്ഞ് സിറാത്ത് പാലത്തിലൂടെ കടന്ന് സ്വർഗത്തിൽ എത്തിയതിനു ശേഷം തിരിച്ചു വരുന്ന ഒരേ ഒരു നേതാവ്, കാരുണ്യത്തിന്റെ കടലായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. എന്തേ കാരണം? ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് സ്വർഗത്തിൽ എത്തിയതിന് ശേഷം തിരിച്ചു വരുന്നത്? അത് നമുക്ക് വേണ്ടിയാണ്, അവിടത്തെ ഉമ്മത്തിന് വേണ്ടിയാണ് സ്വർഗത്തിൽ എത്തിയതിന് ശേഷം തിരിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, തസൗഫുക ഫതർലാ, തങ്ങളെ തങ്ങൾക്ക് വേണ്ടുവോളം അനുഗ്രഹങ്ങൾ നാം ചെയ്തു തരാം. ആ സമയത്ത് തങ്ങൾ തൃപ്തിപ്പെടും എന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോൾ കാരുണ്യത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, ലാ അർദാ വാഹിദൻ മിൻ ഉമ്മത്തി ഫിന്നാർ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് തൃപ്തിയില്ല അല്ലാഹ്. ആ നിലക്ക് നമ്മെ ഈ ലോകത്തും നാളെയും കൈപിടിക്കാൻ വരുന്ന ഒരേ ഒരാവ്, കാരുണ്യത്തിന്റെ കടലായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്.
അതുകൊണ്ടല്ലേ മില്ലക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള എല്ലാ നിലക്കുള്ള നമ്മുടെ ഇമാമുൽ അഇമ്മ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അലു നബി ദരിയതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം തഗദൻ ബിയദിൽ യമീൻ സഹീഫതി. ഇവിടെ എല്ലാ നിലക്കും വൈജ്ഞാനിക മുന്നേറ്റത്തിന് നേതൃത്വം നൽകി കോടിക്കണക്കിനല്ല അതിനേറെ അനുയായികളുള്ള നമ്മുടെ മഹത്തുക്കൾക്ക് പറയാനുള്ളത് ആ തങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ്, കുടുംബത്തെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ്. നമുക്കറിയുമോ അല്ലാഹു തആല എല്ലാ നബിമാർക്കും എന്താ